തായ്ലൻഡിലെത്തിയിട്ട് എൻ്റെ രണ്ടാമത്തെ ദിവസം തുടങ്ങുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പട്ടായയിലൊരു റിസോർട്ടിലാണ്. രാവിലെ റെഡിയായ ശേഷം കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കാർ പാർക്കിങ്ങിലേക്ക് പോയതാണ്. അപ്പോൾ അവിടെ റോഡ് സൈഡിൽ ഒരു കാഴ്ച കണ്ടു. തായ്ലൻഡിൽ ഏറ്റവും കൂടുതലുള്ളത് ബുദ്ധമത വിശ്വാസികളാണ്. അവർ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ അമ്പലമാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ ബുദ്ധമത വിശ്വാസികളില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും മുമ്പ് കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ ഞാൻ കൗതുകത്തോടെ ഞാൻ നോക്കി അതിന് ചുറ്റും നടന്നിട്ട്. ബുദ്ധക്ഷേത്രത്തിൻ്റെയൊക്കെ മാതൃകയിലുണ്ടാക്കിയ ചെറിയൊരു രൂപമാണത്. തായ്ലൻഡിൽ എവിടെ ചെന്നാലും നമ്മൾ ബുദ്ധക്ഷേത്രങ്ങൾ കാണും. അതിപ്പോൾ കുന്നിൻ്റെ മുകളിലായാലും സിറ്റിക്കുള്ളിലായാലും എവിടെയായാലും. അത്രത്തോളം ബുദ്ധമതം ആഴത്തിൽ വേരൂന്നിയൊരു നാടാണ് തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ. 45,000-ഓളം ബുദ്ധക്ഷേത്രങ്ങളുടെ അത്രേ തായ്ലൻഡിൽ. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം എക്സ്പ്ലോർ ചെയ്യലാണ് ഇന്നത്തെ എൻ്റെ ആദ്യ പരിപാടി. തായ്ലൻഡ് എന്ന രാജ്യത്തിൻ്റെ സംസ്കാരം തേടിയുള്ള എൻ്റെ യാത്രയിലേക്ക് സ്വാഗതം. പട്ടായ ബീച്ചിനോട് ചേർന്നുള്ള റോഡിലൂടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പോണത് ഒരു പ്രശസ്തമായിട്ടുള്ള ബുദ്ധക്ഷേത്രം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ക്ഷേത്രത്തിൻ്റെ പേര് ബിഗ് ബുദ്ധ ഹിൽ എന്നാണ്. തായ് ഭാഷയിൽ ഈ ക്ഷേത്രത്തിൻ്റെ പേര് വാട്ട് ഫ്രാ യായ് എന്നാണ്. അടിപൊളി പേരല്ലേ. നമ്മൾ ഈ മുസ്ലിം പള്ളികളെ മസ്ജിദ് എന്നും ഹിന്ദു ക്ഷേത്രങ്ങളെ ടെമ്പിൾ എന്നൊക്കെ അല്ലേ പറയും. അതുപോലെ ബുദ്ധക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് വാട്ട് എന്നാണ്. വാട്ട്. രാവിലെ ആയതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഈ ഏരിയ കണ്ടില്ലേ, നമ്മുടെ നാട് പോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ സിറ്റികളൊക്കെ അല്ലേ, അതേപോലെ തന്നെയാണ്. കേരളത്തിൽ സാധാരണ കാണുന്ന ഒരു സിറ്റിയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നൊരു വൈബ് തന്നെയാണ് ഇതിലൂടെ പോകുമ്പോൾ. എൻ്റെ പൊന്നോ, ആളുകളിരുന്ന് പോകണമൊക്കെ ഇത്ര ഡേഞ്ചറാണല്ലേ. നമ്മൾ ഇന്നലെ പട്ടായ സ്ട്രീറ്റിൽ പോയ സമയത്ത് അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു സോങ്തേ എന്ന് പറഞ്ഞ ഒരു തരം വാഹനം. അതിങ്ങനത്തെ വണ്ടി തന്നെയാണ്. മുകളിൽ ഇങ്ങനെ കെട്ടിയുണ്ടാക്കി സീറ്റൊക്കെ വെച്ച വണ്ടിയാണത്. കുന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. സ്ഥലം ഏകദേശം എത്താനായി തോന്നുന്നു. ഞാനങ്ങനെ പട്ടായയിലുള്ള ബിഗ് ബുദ്ധ ഹില്ലിൻ്റെ അവിടെ എത്തി. അവിടെ തന്നെ ഒരു മാപ്പ് കണ്ടു. അതിൽ ഈ പട്ടായയിലുള്ള മെയിൻ അട്രാക്ഷൻസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് പട്ടായയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരും. അപ്പോൾ അവർക്കുള്ളൊരു ഇൻഫർമേഷൻ ആയിട്ട് വെച്ചതാണ്. ബിഗ് ബുദ്ധ കുന്നിന് മുകളിലുള്ള ക്ഷേത്രമാണ് കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ കവാടാണത്. ഈ പടികൾ കയറിയിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അതിന് മുമ്പ് തന്നെ 2 വലിയ പാമ്പുകളുണ്ട്. ഞാൻ എണ്ണി നോക്കിയ സമയത്ത് 7 തലകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നോക്കി എന്തുകൊണ്ടാണ് 7 എന്നുള്ളത്. അപ്പോൾ രസകരമായിട്ടുള്ളൊരു കഥ കിട്ടി. ഈ ശ്രീബുദ്ധന് ജ്ഞാനോദയം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയത്രേ. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു. ആ കൊടുങ്കാറ്റ് വന്ന സമയത്ത് ഒരു പാമ്പ് വന്നിട്ട് ശ്രീബുദ്ധനെ ചുറ്റി നിന്നു കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈ പാമ്പിൻ്റെ പേര് മുകാലിന്ത എന്നത്രേ. 7 തലകളുള്ള പാമ്പായിരുന്നു അത്. അപ്പോൾ ആ പാമ്പിൻ്റെ രൂപമാണ് ഇവിടെ ഉണ്ടാക്കിച്ചിട്ടുള്ളത്. 7 തലകളുള്ള മുകാലിന്ത. ഇതെന്താ ഒരുപാട് ബുദ്ധൻ്റെ പ്രതിമകൾ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അതിനടുത്ത് തന്നെ ഓരോ പെട്ടികളും വെച്ചിട്ടുണ്ട് പൈസ ഇടാനുള്ള. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദുസിനിടയിലുണ്ടല്ലോ ജന്മദിനം നോക്കിയിട്ട് നാള് തീരുമാനിക്കലൊക്കെ. അതുപോലെയൊക്കെ തന്നെ ഇവർ ഓരോ പ്രതിമകൾക്ക് ഓരോ ദിവസമുണ്ട്. ഇപ്പോൾ ഞായറാഴ്ച ജനിച്ച ആളുകൾക്ക്
ഒരു പ്രതിമ, തിങ്കളാഴ്ച അടുത്ത പ്രതിമ, അങ്ങനെ ജനിച്ച ദിവസത്തിനനുസരിച്ച് ഓരോ പ്രതിമകളുണ്ട്. അതാണ് നമ്മുടെ നാളുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രതിമ. അപ്പോൾ ആ പ്രതിമയുടെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജനിച്ചത് ഈ ദിവസമാണെന്നുണ്ടെങ്കിൽ ആ ദിവസത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പ്രതിമ അവിടെ ഉണ്ടാവും. അതിൻ്റെ മുൻപിലാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോഴാണ് കൂടുതൽ ഫലം കിട്ടുക എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് അവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ പ്രതിമൻ്റെ അടുത്ത് ഓരോ പെട്ടി ഉണ്ടാവും. ആ പെട്ടിയിൽ നമുക്ക് പൈസ ഇടാം, ആ പ്രതിമയോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനുള്ളൊരു കസ്റ്റമൈസ്ഡ് ഓപ്ഷനായിട്ട് തോന്നി എനിക്ക്. ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ അങ്ങനെ റെസ്ട്രിക്ഷനൊന്നുമില്ല കേട്ടോ, ആർക്ക് വേണമെങ്കിലും കയറാം. ഇവിടുത്തെ പ്രാർത്ഥനകളൊക്കെ കാണാം. അങ്ങനെ പടികൾ കയറിയിട്ട് ഞാൻ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തി. ഒരുപാട് പ്രതിമകളുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ. ഒരുപാട് ബുദ്ധ പ്രതിമകൾ, പിന്നെ വേറെ കുറേ പ്രതിമകളുണ്ട്. എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാനൊരു സൈഡിൽ നിന്ന് അങ്ങനെ കാഴ്ചകൾ കാണാൻ തുടങ്ങി. തായ്ലൻഡിൽ ഏകദേശം 45,000-ഓളം ബുദ്ധക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ബുദ്ധ പ്രതിമ ഉള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. ഈ പ്രതിമൻ്റെ മുൻപിൽ ഇങ്ങനെ വെച്ച് കണ്ടില്ലേ, പച്ച നിറത്തിൽ, അതിലൊക്കെ കമ്പിൽ പൈസ കോർത്ത് വെച്ചിരിക്കുകയാണ്. ഓരോരുത്തർ ഓരോ വഴിപാടുകൾ കഴിക്കുന്നതായിരിക്കും ചിലപ്പോൾ. നമുക്ക് കൗതുകം തോന്നുന്ന പല ആചാരങ്ങളും പ്രാർത്ഥനാ രീതികളൊക്കെയാണ് ഞാൻ അവിടെ കണ്ടത്. അവിടെ ഒരു ഭാഗത്ത് ഈ സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയൊരു ഡ്രമ്മ് കണ്ടു. അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകൾ ആ ഡ്രമ്മിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ആ ബുദ്ധൻ്റെ പ്രതിമയിൽ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് അവരുടെ പാപം കഴുകിക്കളയാണെന്നാണ് പറയുന്നത്. ഒരു പ്രാർത്ഥനാ രീതിയാണ്. രാക്ഷസന്മാരെയും അസുരന്മാരെയൊക്കെ പോലെ തോന്നുന്ന പ്രതിമകൾ കണ്ടില്ലേ, ഇത് ബുദ്ധവിശ്വാസ പ്രകാരം ഈ പരിവർത്തനം ചെയ്ത അസുരന്മാരത്രേ. ഇവർ ക്ഷേത്ര സംരക്ഷകരാണെന്നാണ് പറയുന്നത്. ഈ തടിച്ച പ്രതിമ ബൂദായ് അല്ലെങ്കിൽ ഹോട്ടായ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതൊരു ചൈനീസ് വിശ്വാസപ്രകാരമുള്ളൊരു പ്രതിമയാണത്. സമൃദ്ധിയുടെ പ്രതീകമായിട്ടാണ് ഇവർ ഇതിനെ ആരാധിക്കുന്നത്. മീശയും താടിയൊക്കെ ഉള്ള മെലിഞ്ഞ ബുദ്ധനാണിത്. കാട്ടിൽ 6 വർഷം ഉപവാസം നടത്തിയ സമയത്തുള്ള രൂപമെന്നാണ് പറയണത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. പട്ടായൻ്റെ ഒരു വൈഡായിട്ടുള്ള വ്യൂ കിട്ടും നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ. പട്ടായയിലെ ആദ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ടവറാണ് റൗണ്ടിൽ കാണുന്നത്. അതൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് അത്രേ. പട്ടായ പാർക്ക് ടവർ എന്നാണ് അതിൻ്റെ പേര്. ഒരു വലിയ കല്ല് കണ്ടില്ലേ ഇവിടെ, അതിനുള്ളിൽ ഈ കാൽപ്പാടുകളും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒത്തിവെച്ചിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ പണ്ട് കാലത്ത് ബുദ്ധമത വിശ്വാസികൾ ഇങ്ങനെ ബുദ്ധൻ്റെ പ്രതിമ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. അതിന് പകരമായിട്ട് ഇവരിങ്ങനെ ബുദ്ധൻ്റെ കാൽപ്പാടുകളും അതുപോലെ ബോധിവൃക്ഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ച് ആരാധിച്ചിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ ബുദ്ധ പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ പുരാതനമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണത്. ഇത് എല്ലാ ബുദ്ധക്ഷേത്രങ്ങളും ചെന്ന് കഴിഞ്ഞപ്പോഴും കാണാൻ പറ്റുന്നതേ. പണ്ടത്തെ ആരാധനാ രീതി കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. തായ്ലൻഡിനെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച അവരുടെ പ്രിയപ്പെട്ട രാജാവായിരുന്നു ഭൂമിബോൾ അതുല്യതേജ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണിത്. അവരുടെ ഒരു ഫോട്ടോ ഞാൻ ഈ ക്ഷേത്രത്തിനകത്ത് കണ്ടു. ഈ അടുത്ത കാലത്താണ് അത്ര അവർ മരണപ്പെട്ടത്. അപ്പോൾ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചതാണ്. വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽസാണ് താമരയുടെ ആകൃതിയിലുള്ള. ഇത് ഇവരുടെ മറ്റൊരു പ്രാർത്ഥനാ രീതിയാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ ഷോപ്പിങ്ങിനുള്ള ഏരിയയാണ്. അത് ടൂറിസ്റ്റുകളെ കണ്ടുകൊണ്ട് വെച്ചതായിരിക്കണം. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ കാര്യമുള്ളത് ഈ ബുദ്ധ പ്രതിമകൾ, പിന്നെ പല ഓർണമെൻറ്റ്സുകൾ, ബുദ്ധ മതമായിട്ട് കണക്ട് ചെയ്യുന്ന പല സുവനീർസാണ്. ആത്മീയതയും ബിസിനസ്സും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് ഞാനിവിടെ കണ്ടത്. പ്രാർത്ഥിക്കേണ്ടവരാണെങ്കിൽ അവർക്കൊന്ന് പ്രാർത്ഥിക്കാം. അതല്ല ഇനി കാഴ്ചകൾ കാണേണ്ടവർക്കാണെങ്കിൽ അത് കാണാം, ആസ്വദിക്കാം. എല്ലാറ്റിനുള്ള സൗകര്യമുണ്ട് ഇവിടെ. അതിനോട് ചേർന്ന് തന്നെ ഞാൻ വേറൊരു ഏരിയ കണ്ടു. അവിടെ ഒരു ചെറിയ ഹാളാണ്. അതിനുള്ളിൽ അവരുടെ കുറേ ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ട പഴയ കുറേ ഫോട്ടോസ്, അതുപോലെ കുറേ പ്രതിമകളുണ്ട്. പിന്നെ അവിടെയാണ് ഈ നമ്മുടെ പൂജാരി എന്നൊക്കെ പറയുന്ന പോലെ കർമ്മം ചെയ്യുന്ന ആൾ വന്നിരിക്കുക. അവിടെ ഒരു സീറ്റ് ഉണ്ടാവും, അവിടെ അവർ വന്നിരിക്കും. വിശ്വാസികൾ വരുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ഡൊണേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, അനുഗ്രഹം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഏരിയയാണ് ഇത്.
ഈ ബുദ്ധക്ഷേത്രത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കളർഫുള്ളാണ് എവിടെ നോക്കിയാലും. അത് ഇവർ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന പൂക്കളായാലും പ്രതിമകളായാലും സുവനീർ ഷോപ്പുകളിലെ കാഴ്ചകളായാലും എല്ലാം കൊണ്ടൊരു ആത്മീയ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഞാൻ ഒരു വിശ്വാസി അല്ലെങ്കിലും ഇവിടെ വന്നപ്പോൾ വിശ്വാസത്തിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കി. പട്ടായയുടെ തിരക്കെന്ന് മാറിയിട്ട് ശാന്തിയും സമാധാനമൊക്കെ തേടി പ്രാർത്ഥിക്കാൻ വരുന്ന ഒരുപാട് വിശ്വാസികളെ ഞാനിവിടെ കണ്ടു. അങ്ങനെ ആദ്യമായി ഒരു ബുദ്ധക്ഷേത്രം സന്ദർശിച്ച സന്തോഷത്തോടെ കുറച്ച് നല്ല അനുഭവങ്ങളുമായിട്ട് ബുദ്ധനോട് യാത്ര പറഞ്ഞ് വാട്ട് ഫ്രാ യായുടെ പടികൾ ഞാൻ നടന്നിറങ്ങി. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.